بسم الله الرحمن الرحيم कहो के नारा हमारा है या रसूल अल्लाह, कहो के नारा हमारा है या रसूल अल्लाह, नारा जान से प्यारा है या रसूल अल्लाह, नारा जान से प्यारा है या रसूल अल्लाह, कहो के नारा हमारा है या रसूल अल्लाह, कहो के नारा हमारा है या रसूल अल्लाह, या रसूल अल्लाह, या रसूल अल्लाह, या रसूल अल्लाह, या रसूल अल्लाह। यही है देखो करांगी करम दुआ उस पे, यही है देखो करांगी करम दुआ उस पे। तड़प जिसने आका, तड़प जिसने मौला, तड़प जिसने पुकारा है या रसूल अल्लाह, तड़प जिसने पुकारा है या रसूल अल्लाह, कहो के नारा हमारा है या रसूल अल्लाह, कहो के नारा हमारा। अल्हम्दुलिल्लाह الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال حبيبنا وسيدنا محمد صلى الله عليه وسلم: يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم سمعتم أنتم ولا آباؤكم. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള അധ്യക്ഷർ കുഞ്ഞുഫൈലി അവർകൾ, മറ്റു സംഘടനാ നേതാക്കൾ, സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഗുണകാംക്ഷികൾ, സത്യന്വേഷികൾ, വളരെയധികം അനിവാര്യവും സാഹചര്യ സമ്മർദ്ദപരവുമായ ഒരാദർശ വിശദീകരണ സമ്മേളനത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് യാഥാർത്ഥ്യങ്ങളെ പക്വമായ മനസ്സോടെ സ്വീകരിക്കാനും അസത്യത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയാനുമുള്ള വിശാല മനസ്കതയും തൗഫീഖും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം ലോകത്ത് തുല്യതയില്ലാത്ത മാനുഷിക മാനവിക ദർശനങ്ങൾക്ക് മുമ്പിൽ നിന്ന ദൈവികമായ ചിന്താധാര ഇന്നലകളിലെ
മാനവ സമൂഹത്തിന് മാർഗദർശകമായി ലോകത്തിന്റെ തെരുവുകളിൽ പ്രസക്തിയുണ്ട്, പ്രസക്തമായ സിദ്ധാന്തങ്ങളെ കൊണ്ട് പ്രചരിച്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ഈ ആദർശം വർത്തമാനകാല സമൂഹത്തിന്റെ മുമ്പിൽ തുല്യതയില്ലാത്ത ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ മുന്നോട്ടു പോകേണ്ട മുസ്ലിം ഉമ്മ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്തിന്റെ തെരുവുകളെ സുഹൃത്തുക്കൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളെ കൊണ്ട് സമ്പന്നമാക്കുകയും തിന്മകൾക്കെതിരെയുള്ള പോരാട്ട രീതികളെ കൊണ്ട് മുഖരിതമാക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായിട്ടാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ കർത്തവ്യ നിർവഹണത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും വഴികളിലൂടെ അല്പമൊക്കെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിത പ്രഭുക്കൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുപോയ ഉജ്ജ്വലമായ പ്രതാപത്തിന്റെ ഏടുകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, ചരിത്രത്തിന്റെ നാൾ വഴികളിൽ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കാനുള്ള തീവ്രമായ ധാർമ്മികമായ ശ്രമങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ പണ്ഡിത പ്രഭുക്കൾ സദാ സജീവമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ലോകം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഭീകരമായ ഭീതീരമായ ഭീതത്സമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ വിശാലമായ അതിർത്തിക്കകത്ത് നിന്ന് ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കാൻ ഒരു രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് പുറത്തുപോയ മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇസ്ലാമിക വിഭാഗത്തിന്റെ എതിർചേരിയിൽ ഈ ഉമ്മത്തിനെ പിളർത്താനും തകർക്കാനും തീവ്രമായി ശ്രമിച്ച പാശ്ചാത്യ ശക്തികളുടെ ശക്തമായ കരവലയങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയറിയാതെ ഉടലുള്ള ഒരു സമുദായമായി വർത്തമാനകാല മുസ്ലിം ഉമ്മത്ത് വഴിമാറിപ്പോയി. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇസ്ലാമിന്റെ ടൈറ്റിൽ കയറി നടന്ന ഒരു പ്രഭാഷണത്തെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്നലകളിൽ ലോകത്തിന്റെ നായകത്വം ഏറ്റെടുത്ത് ലോകത്തിന് വഴിതെളിച്ച ഉമ്മത്തായിരുന്നു. വൈജ്ഞാനിക വിപ്ലവങ്ങളുടെയും സാമൂഹിക സമുദ്ധാരണങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നെറുകയിൽ കയറി നിന്ന് ലോകത്തിന് പ്രകാശം ധരിച്ചു കൊടുത്ത ഉമ്മത്തായിരുന്നു മുസ്ലിം സമുദായമെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ പൂർവ്വപിതാക്കൾ ഈ ഉമ്മത്തിനെ തകർക്കാൻ അനിവാര്യവും ആവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസ വഴികളിലൂടെ, ചിന്താമണ്ഡലങ്ങളിലൂടെ, കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന മുസ്ലിം സമുദായത്തിലെ പണ്ഡിത പ്രഭുക്കളുടെ അജണ്ട വഴിതിരിച്ചുവിട്ട് വൈജ്ഞാനിക മുന്നേറ്റങ്ങളിൽ നിന്നും കണ്ടുപിടുത്തങ്ങളിൽ നിന്നും സമുദായത്തെ പിറകോട്ട് വലിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയാലല്ലാതെ സാമ്രാജ്യത്വ ശക്തികളുടെ ഹിഡൻ അജണ്ടകൾ ലോകത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് മുസ്ലിം ഉമ്മത്തിനെ പിളർത്താനുള്ള മാർഗം തേടിയത്. നമ്മളറിയണം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹ്രസ്വമായ തന്റെ പ്രബോധന ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ ഈ ഇസ്ലാമിക ചിന്താധാരയുടെ സുന്ദരമായ സന്ദേശങ്ങളെ ഈ ലോകത്തിന്റെ കവലകളിൽ പന്താടാൻ ആരാണിവർക്ക് പ്രചോദനം നൽകുന്നത്? വഹാബിപ്രസ്ഥാനത്തിന്റെ അടിവേരിലേക്ക് നമ്മളൊരു വിചിന്തനം നടത്തുമ്പോൾ ആ പ്രസ്ഥാനത്തെ ചരിത്രപരമായ വിശകലനങ്ങളിലേക്കും പോസ്റ്റ്മോർട്ടത്തിലേക്കും കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്കറിയാം, ഇസ്ലാമിന്റെ ശത്രുക്കൾ പണിത ഗൂഢമായ പദ്ധതിയുടെ പരിണിതിയായിരുന്നു ഈ പ്രസ്ഥാനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അത്യുത്തമമായ നൂറ്റാണ്ട് എന്റെ പരിപാവനമായ പാഠശാലയിൽ നിന്ന് മതം പകർത്താൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധരായ സഹാബികൾ ഉൾക്കൊള്ളുന്ന സമൂഹമായ എന്റെ ഉമ്മത്താണ്, എന്റെ നൂറ്റാണ്ടാണ്, എന്റെ സമൂഹമാണ് അത്യുത്തമരായ നൂറ്റാണ്ടുകാരെന്ന് റസൂലുള്ള പ്രഖ്യാപിക്കുമ്പോൾ തുടർന്ന് റസൂലുള്ള പറഞ്ഞു, സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ടുകാർ,
നൂറ്റാണ്ടുകാരാണ്. സുന്നല്ലദീനയിലേലഹും, പിന്നെ തൊട്ടടുത്തുള്ള തലമുറയാണ്, നൂറ്റാണ്ടുകാരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ തെളിഞ്ഞു വരുന്നത് മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. തന്റെ കാലഘട്ടം അവര്യവസാനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ റസൂലുള്ളാഹി തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് ഉദ്ഘോഷിച്ചു, അല്ലയോ സഹാബാക്കളെ, അല്ലയോ സമൂഹമേ, തറക്തു ഫീകും അംറൈനി കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, അതിപ്രധാനമായ രണ്ട് കാര്യങ്ങള് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, അതിലൊന്ന് അല്ലാഹുവിന്റെ ഖുർആനും, രണ്ടാമത്തേത് ആ ഖുർആനിന്റെ വിശദീകരണമായി ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ മൗനാനുവാദം നൽകുകയോ ചെയ്ത എന്റെ ചര്യകളാണെന്ന് പറഞ്ഞുപോയ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഈ ഹദീസ് കവലകളിൽ കൊത്തിവലിക്കപ്പെടാറുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഈ രാജ്യത്തെ ഏതൊരു മനുഷ്യനും ലളിതമായി ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് വിധി കണ്ടെത്താനുള്ള ഒരു കേവലം കൈപ്പുസ്തകമാണെന്ന് വരുത്തി തീർത്ത് ഏവർക്കും പാഞ്ഞു കയറാനുള്ള ഒരു കൈപ്പുസ്തകമാക്കി ഖുർആനിനെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? ഞാൻ നിങ്ങളിൽ ഖുർആൻ ഇട്ടുപോവുകയാണ്, ഹദീസ് ഞാൻ കൈമാറുകയാണ്. ലം തമില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങളെ, ആ രണ്ട് പ്രധാനപ്പെട്ട സമ്പത്തിനെ മുറുകെ പിടിക്കുന്ന പക്ഷം അതിൻ ചാഞ്ചല്യപ്പെടുകയോ സമചിത്തത നഷ്ടപ്പെട്ട ഉമ്മത്താകേണ്ടി വരികയോ ദുർബലപ്പെടേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരാനില്ല. നിങ്ങൾ ഭിന്നിക്കുകയില്ല, നിങ്ങൾ ചിത്രതയിൽ അകപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ള നമ്മളറിയണം. അവിടെ കൂടിയ ഏതെങ്കിലും ഒരു സഹാബിയുടെ കയ്യിലേക്ക് ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ഖുർആനിന്റെ കോപ്പി കൈമാറിക്കൊണ്ടല്ല റസൂലുള്ള അത് പ്രഖ്യാപിക്കുന്നത്. ബുഖാരിയോ മുസ്ലിമോ പോലെയുള്ള തത്തുല്യമായ ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തെ ആ സഹാബികളുടെ കൈകളിൽ സിദ്ദീഖ് തങ്ങളുടെയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു സഹാബിയുടെ കൈകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിന്റെയോ ഹദീസിന്റെയോ കോപ്പി കൈമാറിയിട്ടില്ല. എന്നിട്ടും റസൂലുള്ള പറയുന്നത് എന്താണ്? തറക്തു ഫീകും അംറൈനി കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, ഞാൻ നിങ്ങളിൽ ഖുർആൻ ഒഴിവാക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഹദീസ് കൈമാറുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മറ്റൊന്നുമല്ല, അസ്ഹാബി കന്നജൂം ഫബിഅയ്യിഹിം മുഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബികൾ നക്ഷത്രത്തുല്യരാണ്. കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പിത്താൻ തന്റെ യാത്രാഗതി നിർണ്ണയിക്കാൻ നക്ഷത്രങ്ങളെ ആശ്രയിക്കുന്നത് പോലെ സത്യവും ഈമാനികമായ പ്രകാശവും കണ്ടെത്താൻ ആ സഹാബികളിൽ നിന്ന് ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു പറഞ്ഞു. എന്താണ് ഇതിന്റെ താല്പര്യം? ഞാൻ കൈമാറുന്ന ഖുർആൻ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഞാൻ കൈമാറുന്ന ഹദീസ് അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഉൾപ്പെടെയുള്ള സഹാബികളാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പൂർവികരായ മുസ്ലിം സമൂഹം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. ആ സഹാബികളെ കണ്ടവർ അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് ഉത്തമ നൂറ്റാണ്ടായി പരിചയപ്പെടുത്തിയ തൊട്ടടുത്ത നൂറ്റാണ്ടോ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടോ ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ കഴിഞ്ഞുപോയവരായിരുന്നു മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാർ. റസൂലുള്ളാഹിയെ കണ്ട സഹാബികൾ, ആ സഹാബികളെ കണ്ട താബിഈകൾ, ആ താബിഈകളെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ നേരിട്ട് കണ്ട പണ്ഡിതന്മാരെയോ നേരിട്ട് കണ്ട് മതം പഠിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധരായ മദ്ഹബിന്റെ ഇമാമുമാർ ലോകവിശ്വാസികൾ തീരുമാനിച്ചു. ആ വിശ്വാസികൾ മുഴുവനും സമുദായത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബികളെയും ആ സഹാബികളെ കണ്ട താബിഈകളെയും ഉൾക്കൊള്ളിച്ച് ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തെ ക്രോഡീകരിച്ചു വെച്ച മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളെ സ്വീകരിക്കാനും അവരെ അനുധാവനം ചെയ്യാനും തയ്യാറായി. എന്നാൽ ഹിജ്റ 600-കൾക്ക് ശേഷം കടന്നുവന്ന ഹിജ്റ 600-കൾക്ക് ശേഷം ലോകത്ത് ജനിച്ച ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകത്താദ്യമായി ഈ സമുദായത്തിന്റെ നെഞ്ചു വിളർക്കുന്ന ക്രൂരമായ ആരോപണങ്ങളുമായി സമുദായ ശത്രുക്കൾക്ക് കയ്യടി നൽകുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുമായി സമുദായത്തിലേക്ക് കടന്നു വന്നത്. എന്തായിരുന്നു ലോകത്തോട് അയാൾ പ്രഖ്യാപിച്ചത്? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുകമെന്ന വഹാബി സഹയാത്രികനായ കുട്ടശ്ശേരി മൗലവി എഴുതി വെച്ച പുസ്തകത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ അടിവേര് വരെ
എഴുതുമ്പോൾ അയാൾ പറയുന്നു, ഹിജ്റ 600-കളിൽ ഭുജാതനായ ഇബ്നു തൈമിയ്യയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അയാൾ ലോകത്തോട് പറഞ്ഞു, കാലങ്ങളായി അല്ലാഹുവിന്റെ റസൂലിന്റെ ജാരം സന്ദർശിക്കാത്തവരില്ല. ലോകത്തിന്റെ തെരുവുകളിൽ മഹാന്മാരായ സഹാബികളുടെയും ഔലിയാക്കളുടെയും സച്ചരിതരായ വീരപുരുഷന്മാരുടെയും വിശുദ്ധമായ മഖ്ബറകൾ അക്കാലത്ത് ലോകത്തിന്റെ മുഴുവൻ തെരുവുകളിലും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സംഭവിച്ചതെന്താണ്? ആ മഖ്ബറകൾ മുഴുവനും ലോകത്ത് നിലനിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും അത്തരം മഖ്ബറകളിലേക്ക് സിയാറത്തിന് പോവുകയും അല്ലാഹുവിന്റെ റസൂലിനോട് സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിലനിന്നത്. മദ്ഹബിന്റെ 4 ഇമാമുമാരും ഇസ്തിഗാസ എന്ന് പറയുന്ന സഹായാർത്ഥനയെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ ജാറത്തുകൾ കടന്നു വന്ന് പുത്തമ്പള്ളിയുടെയും സിയം വലിയുല്ലാഹിയുടെയും മമ്പുറത്തെയും മഖ്ബറ പോലെ വിശുദ്ധമായ പച്ചക്കുബ്ബ തലയുയർത്തി നിൽക്കുന്ന റസൂലുള്ളാഹിയുടെ ജാറം, ആ ജാറത്തിൽ കടന്നു ചെന്നുകൊണ്ട് യാ സയ്യിദ സാദാതി ജീതുക ഖാസിദ അർജു ഹിമാക വഹ്തമി ബിഹിമാക. അല്ലാഹുവിന്റെ റസൂല്, നേതാക്കളുടെ നേതാവായ നബിയെ, എന്റെ പ്രത്യക്ഷനും എന്റെ കാവലും എന്റെ പരിരക്ഷയും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഏൽപ്പിച്ചിരിക്കുന്നു നബിയെ എന്ന് വഫാത്തായി പോയ നബിയെ വിളിച്ച് സഹായം തേടിയ നൂറുകണക്കായ ആലിമീങ്ങൾ ലോകത്ത് ജീവിച്ച് വഫാത്തായി പോയി. അതിന് വിരുദ്ധമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി റസൂലുള്ളാഹിയുടെ ജാറത്തിൽ പോകുന്നയാള് കാഫിറാണ്, അവൻ മുശ്രിക്കാണെന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ കടന്നു വന്നത്. എന്തിനു വേണ്ടി? സാമ്രാജ്യത്വത്തിനറിയാം, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം, പൗരാണികമായ മുസ്ലിങ്ങളോടുള്ള ആത്മബന്ധമാണ് ഈ പ്രസ്ഥാനത്തെ ജീവസിദ്ധരാക്കി മാറ്റുന്നത്. ഒരു മഖ്ബറയിൽ സിയാറത്തിന് പോകുന്ന വിശ്വാസിയുടെ ഹൃദയത്തുടിപ്പായി അവൻ ഏറ്റുവാങ്ങുന്നത് ആ പണ്ഡിതന്റെ, ആ വലിയന്റെ, ആ പ്രവാചകന്റെ ജീവസാർന്ന ജീവിത മുദ്രകളെയാണ് അവൻ മനതലങ്ങളിൽ ഏറ്റെടുക്കുന്നത്. ആ കണക്ഷൻ അറുത്തുമാറ്റി ഒരു പുതിയ മതത്തെ ലോകത്ത് പ്രതിഷ്ഠിക്കണമെങ്കിൽ ആത്മീയമായ സൗരഭ്യം നഷ്ടപ്പെട്ട, ആത്മീയ പ്രഭാവമില്ലാത്ത, ഉജ്ജ്വലതയില്ലാത്ത ഒരു ജഡവൽകൃതമായ മതത്തെ, അല്ലാഹുവിന്റെ മതത്തിനു പകരം, ഇസ്ലാമിന് പകരം ജഡവൽകൃതമായ ഒരു ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ പൂർവികരോടുള്ള ബന്ധം അറുത്തുമാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹിജ്റ 600-കളിൽ കടന്നുവന്ന അല്ലാഹുവിന്റെ റസൂല് ജീവിതകാലത്ത് തന്റെ ഹളറത്തിലേക്ക് നൂറുകണക്കായ വിഷയങ്ങളുമായി കടന്നു വന്നവർക്ക് അത്താണിയായത് ഇമാം ബുഖാരിയുടെ ചരിത്രത്തിലുണ്ട്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഒരുപാട് സിഡിയുടെ ക്ലിപ്പിങ്ങുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുണ്ട്. ആവശ്യമാണെങ്കിൽ ആവശ്യം പോലെ, സന്ദർഭം പോലെ വിശദമായ ചർച്ചകൾക്ക് നമ്മൾ ഏർപ്പെടാവുന്നതാണ്. പക്ഷേ നമ്മൾ അറിയണം, ഞാനൊരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ റളിയല്ലാഹു തആല അൻഹു, വൈജ്ഞാനിക സാഗരത്തിന്റെ നിറവിടമായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിലെ മറവി എന്ന് പറയുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി റസൂലുള്ളാഹിയെ സമീപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള, മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യം അബൂ ഹുറൈറ ചോദിക്കുകയാണ്. പച്ചമരുന്ന് കൊണ്ടോ മെഡിസിൻ കൊണ്ടോ ഉള്ള സഹായാർത്ഥനയല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത്. ആ റസൂൽ എന്ത് ചെയ്തു? ഒരു മുണ്ട് നിലത്ത് വിരിക്കാൻ പറഞ്ഞു. വായുമണ്ഡലത്തിൽ നിന്ന് തന്റെ പുണ്യകരങ്ങളാൽ എന്തോ ആ മുണ്ടിലേക്ക് വാരിയിടുകയാണ്. റസൂലുള്ള പറയുന്നു, അബൂ ഹുറൈറ, ഇത് നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. അവിടെ യുക്തിഭദ്രമായ ചിന്ത കൊണ്ടൊരിക്കലും അബൂ ഹുറൈറ ചിന്തിച്ചില്ല. കണ്ണിൽ കുറുമ്പ് ചാടിയാൽ ചെവിയിലൂതിയിട്ട് എന്തു കാര്യമെന്ന് അബൂ ഹുറൈറ ചിന്തിച്ചില്ല. വായുമണ്ഡലത്തിൽ നിന്ന് അദൃശ്യമായ എന്തോ വാരിയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ പറഞ്ഞ മുണ്ടിനെ, ആ വസ്ത്രത്തെ ആത്മാർത്ഥതയോടെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അബൂ ഹുറൈറ റിസൾട്ട് പറയുന്നത് എന്താണ്? അതിനുശേഷം ഒരു കാര്യവും എന്റെ ചുവടുകളിൽ കേട്ടത്, എന്റെ മനസ്സറിഞ്ഞത് ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായാർത്ഥന നടത്തുകയും അതിന്റെ ഫലമായി അബൂ ഹുറൈറ തങ്ങൾ അതിന്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ റസൂലുള്ള വഫാത്തായതിനു ശേഷവും സഹായാർത്ഥന നടത്തണമെന്ന്
അല്ലാഹു തആല ഖുർആനിലൂടെ പറയുമ്പോൾ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, നബിയെ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളുടെ ഹളറത്തിലാണ് വരേണ്ടത്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആത്മീയമായോ ഭൗതികമായോ അവിടുത്തെ ചാരത്തെത്തിക്കൊണ്ട് അങ്ങയോട് ശുപാർശ പറഞ്ഞാലല്ലാതെ, റെക്കമെന്റ് പറഞ്ഞാലല്ലാതെ, അങ്ങടയിൽ നിന്നാലല്ലാതെ ഒരിക്കലും അവരുടെ തോപ സ്വീകരിക്കുകയില്ല എന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ചുരുക്കി പറയട്ടെ, ഇബ്നു തൈമിയ്യ പറഞ്ഞത് എന്താണ്? ഇന്നലെ വരെ കഴിഞ്ഞുപോയ മുസ്ലിങ്ങൾ മുഴുവനും കാഫിറാണ്. ഇന്നലെ കഴിഞ്ഞുപോയ റസൂലുള്ളാഹിയെ വിളിച്ച അബൂ ഹനീഫ തങ്ങളും അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും അതിനെ സപ്പോർട്ട് ചെയ്ത ഇസ്ലാമിക ഭരണകൂടങ്ങളൊക്കെയും വഴിവിടച്ചവരും ഇസ്ലാമിക ബൗണ്ടറിക്ക് പുറത്തുപോയവരുമാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അയാളുടെ പ്രസ്താവനകൾ അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം ലോകം അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളുമ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത ആശയങ്ങളായി അത് പൊടിയിടിച്ചു കിടക്കുകയാണ്. ആ പുസ്തകത്തിൽ കുട്ടശ്ശേരി മൗലവിയുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമകം എന്ന പുസ്തകത്തിൽ അയാൾ വിശദീകരിക്കുന്നു, അങ്ങനെ മരണപ്പെട്ടുപോയ ഇബ്നു തൈമിയ്യ പൗരാണിക മുസ്ലിംകളെ കാഫിറാക്കി എഴുതി വെച്ച അദ്ദേഹത്തിന്റെ വാറോലകളെ ആരാണ് സൂക്ഷിക്കാൻ മുന്നോട്ട് വന്നത്? ഒട്ടനവധി ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ആ രാജ്യങ്ങളൊന്നും ഇബ്നു തൈമിയ്യയുടെ വാറോലകൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നിന്നപ്പോ ആ പുസ്തകം ഏറ്റെടുത്തത് സാക്ഷാൽ ലണ്ടൻ എന്ന് പറയുന്ന രാജ്യമാണ്. എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിക വിരുദ്ധ ചേരിയിലെ കാലത്ത് നിലയുറപ്പിച്ച ലണ്ടൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ഒരു ലൈബ്രറിയിൽ ഇബ്നു തൈമിയ്യയുടെ വാറോലകൾ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടി? അവർക്കറിയാം, അവർ ഇസ്ലാമിനെ പുലർത്താനും ഇസ്ലാമിനെ നശിപ്പിക്കാനും കവലകളിൽ ഈ മതത്തെ കൊത്തിവലിക്കാനും വേണ്ടി രൂപീകരിക്കുന്ന ഹിഡൻ അജണ്ടകളെ എളുപ്പമാക്കാൻ പര്യാപ്തമായ സിദ്ധാന്തമാണ് ഇബ്നു തൈമിയ്യ പ്രഖ്യാപിച്ചത് എന്നവർക്കറിയാമായിരുന്നു. ചുരുക്കി പറയട്ടെ, പിന്നീട് 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന 1111 പൂജാതനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ലണ്ടൻ മ്യൂസിയത്തിൽ, ലണ്ടൻ ലൈബ്രറിയിൽ പൊടിപിടിച്ചു കിടന്ന ഇബ്നു തൈമിയ്യയുടെ ഈ വിദണ്ഡവാദങ്ങളെ വീണ്ടും വെള്ളവും വെളിച്ചവും കൊടുത്ത് ലോകത്ത് പുനർജനിപ്പിക്കുന്നത്. അങ്ങനെ കടന്നു വന്നു. എങ്ങനെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ലോകത്ത് വളർത്തിയത്? നമ്മളറിയണം. എങ്ങനെയാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം? ലണ്ടനിലെ ആ പുസ്തകത്തിന്റെ സിദ്ധാന്തങ്ങൾ ഏറ്റെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പിതാവും പണ്ഡിതനുമായ അബ്ദുൽ വഹാബ് പറഞ്ഞു, മോനെ, ഞാനും എന്റെ പിതാവും ഞാനും എന്റെ ഗുരുനാഥനും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പൂർവിക മുസ്ലിങ്ങളൊക്കെയും സ്വീകരിച്ചു പോന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളെയും കൊത്തിവലിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് നീ ചെയ്യുന്നത് തിന്മയാണ്. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോകണമെന്ന് പിതാവ് പ്രഖ്യാപിക്കുന്നു. അയാളെ വീട്ടിൽ നിന്ന് നാട്ടിയിറക്കി. മാത്രമല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സഹോദരനായ ശൈഖ് സുലൈമാൻ റഹിമഹുള്ള പറഞ്ഞു, ഓ വിശ്വാസികളെ, ഞാനിത് പറയുന്നത് ആയത്തുകളും ഹദീസുകളും ഉദ്ധരണികളും കേൾക്കുന്നത് മുഴുവനും വസ്തുതയാണെന്ന് കേട്ടി അതിരെ പിറകെ പോകുന്നതിന് പകരം കാര്യങ്ങളുടെ അടിവേര് ചികഞ്ഞന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അവർ ഓതുന്ന ഹദീസിന്റെയും ആയത്തിന്റെയും ഒക്കെ വസ്തുത എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ കടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ശൈഖ് സുലൈമാൻ റഹിമഹുള്ള തന്റെ സഹോദരനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന് കത്തയച്ചുകൊണ്ട് പറയുന്ന, സഹോദര, എന്റെ ഉമ്മയുടെ മുതുകിൽ, എന്റെ പിതാവിന്റെ മുതുകിലും ഉമ്മയുടെ മാറിടത്തിലും ജനിച്ച സുഹൃത്തെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പൗരാണിക മുസ്ലിംകളെ മുഴുവനും കാഫിറാക്കി എഴുതി തള്ളാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആ ഒരു തീരുമാനത്തോടുകൂടെ നീയാണ് മോനെ ഈ മതത്തിൽ നിന്ന് പുറത്തുപോയതെന്ന് തന്റെ സഹോദരൻ, തന്റെ രക്തത്തിൽ പിറന്ന സഹോദരനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന് കത്തെഴുതി. പിതാവും ജ്യേഷ്ഠനും നാട്ടുകാരും കുടുംബവുമൊക്കെ ആദർശ വൈചാര്യത്തിന്റെ പേരിൽ മാറ്റിവെച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ്, സ്വാഭാവികമായും എന്നെ കേൾക്കുന്നവർ സംശയിക്കും, എങ്ങനെയാണ് ഇയാൾ പിന്നെ ചരിത്രത്തിൽ ഇടം നേടിയത്? എങ്ങനെയാണ് ഇയാൾ ലോകത്ത് ഒരു വിപ്ലവകാരിയായി മാറിയത് എന്ന് പലരും അന്വേഷിക്കുന്നവരുണ്ടാകും. മറ്റൊരു നിലക്കുമല്ല, ഞാനൊരു കാര്യം അന്വേഷിക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് 100% തെരഞ്ഞെടുക്കപ്പെട്ട സദ്ദാം എന്ന് പറയുന്ന വിപ്ലവകാരിയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പകരം പതിപ്പിച്ച മാലിക് നൂരി എന്ന് പറയുന്ന രാഷ്ട്രത്തലവന് ഇറാഖികൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ട്? ലോകത്തിനറിയാത്ത, ഇറാഖികൾക്കറിയാത്ത ഒരു മാലിക് നൂരി എന്ന് പറയുന്ന പാവ ഗവൺമെന്റിനെ ആരാണോ ഇറാഖിൽ പ്രതിഷ്ഠിച്ചത്, അതേ കറുത്ത കരങ്ങൾ തന്നെയല്ലേ അഫ്ഗാനിലെ താലിബാൻ
താലിബാൻ ഭരണകൂടത്തെ തകർത്ത് കർസായി എന്ന് പറയുന്ന കാനേഷുമാരി മാപ്പിളയെ അഫ്ഗാനിലെ പാവ ഗവൺമെന്റ് ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ഏതു കരങ്ങളായിരുന്നു? അതേ കരങ്ങൾ തന്നെയാണ് നൂറ്റാണ്ടുകൾ കാലങ്ങൾക്ക് മുമ്പ് അവർ കണ്ടുവച്ച പടിഞ്ഞാറൻ ശക്തികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ വേണ്ടി ലോകത്താദ്യമായി ഉണ്ടാക്കിയ പാലമായിരുന്നു ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ രംഗപ്രവേശനമെന്ന് നമ്മൾ അറിയണം. നിങ്ങൾ അറിയണം, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വതന്ത്ര സമര പ്രസ്ഥാനവും എന്ന പേരിൽ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനിയായ മൈദൂ മൗലവി ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അനാവശ്യമായിട്ടാണെങ്കിലും ആവശ്യമില്ലാതെയാണെങ്കിലും അയാൾ വഹാബി പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനയാൾ പറയുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത വിപ്ലവങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അയാൾ പറയുന്നത് എന്താണ്? വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പടിയിറക്കിയ ഇദ്ദേഹം അക്കാലത്ത് ഏതാനും കൂലിച്ചല്ലുകാരെ പടക്കുകയാണ്. ഏതാനും വളണ്ടിയർ കോറുകാരെ പടച്ചുണ്ടാക്കി ഒരു ഒളിപ്പോരിന്, ഒരു തെരുവ് യുദ്ധത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബ് തയ്യാറെടുക്കുന്നു. യൂറോപ്പിന്റെ അകമഴിഞ്ഞ സഹായത്തോടെ, സാമ്രാജ്യത്വത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ, ആയുധങ്ങളും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് പോരാട്ടം നടത്തി. അക്കാലത്ത് കൊച്ചു കൊച്ചു മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒളിപ്പോരുകളുമായി കടന്നുയെന്ന്, അവിടങ്ങളിലെ നൂറുകണക്കായ മക്ബറകളിൽ കടന്നുയെന്ന്, ആ മക്ബറ കൊള്ളയടിച്ച് അവിടെയുള്ള ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കപ്പെട്ട നിക്ഷേപങ്ങൾ മുഴുവനും കൈക്കലാക്കി സ്വന്തം വയറുവീർപ്പിച്ച ജനങ്ങളായിരുന്നു ഇവർ. തുല്യതയില്ലാത്ത പ്രവർത്തനം നടത്തി. അങ്ങനെ ലോകത്തൊരു വിഭാഗം, ഒരു ഭാഗം അവർ ഒളിപ്പോരിലൂടെ കൈയടക്കിയെങ്കിലും ലോകത്തെ മുസ്ലിം ജനത അറപ്പോടെ വെറുപ്പോടെ വഹാബി പ്രസ്ഥാനത്തെ മാറ്റിവെച്ചു. അങ്ങനെ ക്രിസ്താബ്ദം 1803 ക്രിസ്താബ്ദം 1318 മുഹറം 8 ക്രിസ്താബ്ദം 1803 ഏപ്രിൽ 3-ാം തീയതിയാണ് വിശുദ്ധമായ മക്കയിലേക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം കടന്നു ചെല്ലുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം സഊദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ മക്കയിലെത്തുന്നതുവരെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അതിന്റെ മുമ്പ് ഇന്ന് ഖാദിയാനികൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തതുപോലെ, ഇന്ന് ഖാദിയാനികൾക്ക് ഹറമിൽ പ്രവേശനമില്ലാത്തതുപോലെ, മക്കയിലും മദീനയിലും പ്രവേശനമില്ലാത്തതുപോലെ, പൗരാണിക കാലത്ത് വിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു വഹാബികളെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മാന്യമായി ചെല്ലാൻ കഴിയാതെ വന്നപ്പോൾ ഒളിപ്പോരിലൂടെ ക്രിസ്താബ്ദം 1803 മക്കയിലേക്ക് വിപ്ലവങ്ങളുമായി കടന്നു എന്ന സഊദ് ബിൻ അബ്ദുൽ അസീസിന്റെ സൈന്യം വിശുദ്ധമായ കഅബ കൊള്ളയടിച്ചു. കഅബയുടെ തിരുമുറ്റത്തുള്ള ഭണ്ഡാരപ്പെട്ടി കൊള്ളയടിച്ച് നൂറുകണക്കായ മക്ബറകൾ പൊളിച്ച് തകർത്തെറിഞ്ഞ് വിശുദ്ധമായ മദീനയിലേക്കും കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്ങൾ കൈവെക്കാനുള്ള പേടികൊണ്ട് ലോക മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് റസൂലുള്ളാഹിയുടെ ജാറത്ത് വെറുതെ വിട്ടെങ്കിലും നൂറുകണക്കായ സഹാബികളുടെ മക്ബറകൾ തകർത്തു. പറയുന്നതാരാണ്? സാക്ഷാൽ വഹാബി സഹയാത്രികനായ മൈദൂ മൗലവിയാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ഇങ്ങനെ തുല്യതയില്ലാത്ത കാടത്തങ്ങളുമായി കടന്നുവന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയുമോ നിങ്ങൾക്ക്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പടിഞ്ഞാറുകാർക്ക് കടന്നു വരാനുള്ള പാലമായിരുന്നു സഊദ് ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണമെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. അറിയില്ലേ നിങ്ങൾക്ക്? ഇറാഖിന്റെ തെരുവിലേക്കും അഫ്ഗാനിന്റെ മണ്ണിലേക്കും ആയിരങ്ങളെ കൊന്നൊടുക്കാൻ അമേരിക്കക്കാരന്റെ വിമാനം പറന്നുയരുന്നത് ആ സഊദ് ബിൻ അബ്ദുൽ അസീസിന്റെ പിന്തലമുറക്കാർ ഭരണം നടത്തുന്ന സൗദിയുടെ വിമാനത്താവളത്തിൽ നിന്നാണെങ്കിൽ എങ്ങനെ സംഭവിച്ചു ഈ വിരോധാഭാസമെന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ പടിഞ്ഞാറൻ ശക്തികൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു സിദ്ധാന്തമാണ് ഇന്ന് നമ്മുടെ കവലകളിൽ വഹാബിസമെന്നും സലഫിസമെന്നും മുജാഹിദെന്നും അങ്ങനെയുള്ള വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആമുഖം ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവരുടെ അജണ്ട എന്താണ്? സാംസ്കാരികമായി പൗരാണിക മുസ്ലിങ്ങൾ വെച്ച് പുലർത്തിയ സാംസ്കാരിക തനിമയെ നിർമാർജനം ചെയ്യാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, അതിനവർ ഉണ്ടാക്കിയെടുത്ത മാർഗം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആയത്ത് ഹദീസ്, തറക്തു ഫീകും അംറൈനി ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അല്ലാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ ചര്യയെയും ഖുർആനിന്റെ
ആലിനെയും മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ. സഹാബികളെയോ അതുപോലെ പിൻഗാമികളെയോ സ്വീകരിക്കാൻ പാടില്ല എന്നതായിരുന്നു വഹാബികൾ അടുത്ത കാലം വരെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ജുമുഅ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് വാഴക്കാട്ടുകാരനായ MT അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് അപ്പോസ്തലൻ തന്റെ പുസ്തകത്തിൽ എഴുതി, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ മതത്തിൽ തെളിവല്ലാത്തതുപോലെ റസൂലുള്ളാഹിയുടെ സഹാബികളും മതത്തിൽ തെളിവല്ല എന്ന് പറഞ്ഞ് സഹാബികളുടെയും വർത്തമാനകാല മുസ്ലിങ്ങളുടെയും ഇടക്കുള്ള ഒരു നീണ്ട പാരമ്പര്യത്തെ, ഒരു നീണ്ട തലമുറയെ, നബിയുടെയും വർത്തമാനകാല മുസ്ലിങ്ങളുടെയും ഇടക്കുള്ള ഒരു നീണ്ട തലമുറയെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് പടിഞ്ഞാറൻ സംസ്കൃതി മുസ്ലിം ഉമ്മത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വഹാബി പ്രസ്ഥാനം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്നത് എന്താണ്? വിവിധങ്ങളായ വൈരുദ്ധ്യങ്ങൾ അവർ അത് സ്വീകരിച്ചു വരുന്നു. അതിലൊന്നാണ് ഇവിടെ പ്രസംഗിച്ചു പോയ മൗലവി പറഞ്ഞു, അദ്ദേഹം ചോദിക്കുന്നത് ആരാണ് സുന്നികളെന്നാണ്. സഹാബികളെ സ്വീകരിക്കുന്നവരും പിന്തുടരുന്നവരുമാണ് സുന്നികളെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ സഹാബികളെ തള്ളിയവരുമാണെന്നുമുള്ള വൈരുദ്ധ്യാധിഷ്ഠിതമായ വഹാബിയൻ ചിന്തയെ ഈ രാജ്യത്ത് ലജ്ജയില്ലാതെ വിസർജിച്ചുകൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ അറിയണം, ഇവർ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാൻ പറയുന്ന ഒരു വാദമാണ്. തത്തുല്യമായ ഒരു വാദത്തിന്റെ ക്ലിപ്പിംഗ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. ഏതാണ് സംഭവം? ഇപ്പോൾ ഒരു കഥയുണ്ട്. ഗുജറാത്തിലെയും കർണാടകയിലെയൊക്കെ MLA-മാർ രാത്രിയും പകലും കൂറുമാറുന്നത് പോലെ ഏതാനും മുസ്ലിം നാമധാരികൾ എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാർ വേണ്ടതുപോലെ ദർസിൽ പഠിക്കാനോ അല്ലെങ്കിൽ വേണ്ടതുപോലെ ഭൗതികം പഠിക്കാനോ രണ്ടിനും തൗഫീഖ് കിട്ടാത്ത സാധുക്കൾ. ഞങ്ങളെ നാടുകളിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കാക്ക നടത്തം പഠിച്ചതുപോലെ എന്ന്. പുതിയ നടത്തം പഠിക്കാൻ വേണ്ടി ശ്രമിച്ച കാക്ക പഴയത് മറക്കുകയും പുതിയത് പഠിക്കാതിരിക്കുകയും ചെയ്തപ്പോ ഇന്ന് കേരളത്തിൽ കാക്ക ചാടിച്ചാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പുതിയതും പഴയതും പഠിക്കാൻ തൗഫീഖ് ലഭിക്കാത്ത ചില പോയത്തക്കാരായ സാധുക്കൾ അവരെന്ത് ചെയ്തു? പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ അടിമപ്പെട്ടുകൊണ്ട് ചില രംഗപ്രവേശനം നടത്തുകയാണ്. വയനാട്ടിൽ നിന്ന് ചില മീൻ കച്ചവടക്കാരെയും അതുപോലെ ബസ് കണ്ടക്ടർമാരെയും ഇന്ന് മലപ്പുറം ജില്ലയിലൂടെ എഴുന്നള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വരെ മുസ്ലിയാർ എന്ന ടൈറ്റിലോ മതപണ്ഡിതൻ എന്ന ലേബലോ ഇല്ലാത്ത ഏതാനും മീനാന്തേശികളായ വേഷം കെട്ടികളെ കവലകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെ വലിയ മുസ്ലിം പണ്ഡിതന്മാരായി ഉയർത്തിക്കാണിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വിദ്വാനായിരുന്നു ഇവിടെ പ്രസംഗിച്ചത്. അതുപോലൊരു വിദ്വാനാണ് സലീം അഹമ്മദാനി എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ എന്താണ് പറയുന്നത്? ആരാണോ ഏതാണ് സുന്നത്തിയമായിട്ടെന്ന് അയാൾ പറയുന്നു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വഹാബികൾക്ക് പരിചയമുണ്ടെങ്കിൽ, റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടെങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ് അയാൾ പറയുന്നത്. അതിനുശേഷം ആ നമ്മുടെ നിലവിലുള്ള വിഷയങ്ങളിൽ എവിടെയാണ് സ്വഹാബികളുടെ പിന്തുണയുള്ളത് എന്നുകൂടി പരിശോധിക്കാം. അതിന്റെ മുമ്പ് ഈ ക്ലിപ്പിംഗ് നിങ്ങളെ ആവർത്തി കേൾക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവനും എന്റെ ആർജവവും ഊർജവവും ചിലവഴിച്ചിരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം എടുക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ എടുക്കുക, നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കുക, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും മുന്നിൽ പ്രദർശിപ്പിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുള്ളതാണോ? സ്വഹാബത്തിന് പരിചയമുള്ളതാണോ? താബിഈങ്ങൾക്ക് പരിചയമുള്ളതാണോ? എങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്ത്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും സഹാബികൾക്ക് പരിചയമുണ്ടെങ്കിൽ മാത്രമേ അത് സുന്നത്ത് ജമാഅത്താവുകയുള്ളൂ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ വിശ്വാസികളെ, കേരളീയ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സവിശേഷമായ പ്രബോധന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധരായ പൂർവീകരാണ് കേരളത്തിലുള്ളത്. റസൂലുള്ളാഹിയുടെ കൈകളിൽ നിന്ന് തറത്തു ഫീക്കും അംറൈനി കിതാബുല്ലാഹി വ സുന്നത്ത് റസൂലിഹി എന്ന റസൂലുള്ളാഹിയുടെ അധ്യാപനം ഞാൻ ഖുർആനായി സുന്നത്തായി എന്റെ സഹാബികളെ കൈമാറുന്നു എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹ് അതിൽപ്പെട്ട
സച്ചരിതരായ സഹാബത്താണ് കേരളത്തിന്റെ കടൽക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നത്. അല്ലേ? നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തണം, നിഷ്പക്ഷമായി നമ്മൾ ഉൾക്കൊള്ളണം. ആ സഹാബികൾ കേരളത്തിൽ വന്നു. നമ്മുടെ കിബിലയെ ഇവിടെ പരിശുദ്ധമായ കഅബയുടെ കിബിലയായി, ആ കഅബയെ കിബിലയായി നിൽക്കുമ്പോൾ നമ്മൾ ഏതു ഭാഗത്തേക്ക് തിരിയണം, നമ്മൾ എങ്ങനെ നിസ്കരിക്കണം, നമ്മളെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം തുടങ്ങിയെല്ലാം പഠിപ്പിച്ചത് ആ സഹാബികളായിരുന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ കേരളത്തിൽ 10ഓളം വരുന്ന പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളികളിൽ നമ്മളൊന്ന് പരിശോധിക്കുക, സഹാബികളുടെ കാലത്ത് എന്തൊരു ചര്യയാണ് രാജ്യത്ത് നിലനിന്നത്. അവർ മഹ്ശറ വിളിച്ചിരുന്നു, അവർ ഖുത്ബ ഓതിയതെങ്ങനെ, അവിടെ ജുമുഅക്ക് വന്നതെങ്ങനെ എന്ന് വിലയിരുത്തുമ്പോൾ ഇതിന് നമുക്ക് ലളിതമായി മറുപടി ലഭിക്കുന്നതാണ്. നിങ്ങളറിയണം, ആ സഹാബികൾ രാജ്യത്ത് പള്ളിയുണ്ടാക്കി. ആ പള്ളിയുണ്ടാക്കിയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ജുമുഅയുടെ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിയത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വഹാബിയൻ ചിന്താധാരയുടെ പ്രവർത്തകന് ലോകത്തെ ജനങ്ങളോട് പറയാൻ കഴിയുമോ? സഹാബികൾക്ക് പരിചയം വേണമെന്നല്ലേ പറഞ്ഞത്? മാലിക് ദീനാർ സഹാബിയാണെന്ന് അല്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലുമുണ്ടോ? മാലിക് ദീനാർ കേരളത്തിൽ എത്തിയിട്ടില്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലുമുണ്ടോ? ആ മാലിക് ദീനാർ കേരളത്തിൽ പള്ളിയെടുത്തിട്ടില്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലുമുണ്ടോ? എങ്കിൽ അവരുണ്ടാക്കിയ പള്ളിയിൽ എങ്ങനെയാണ് ജുമുഅ നടക്കുന്നത്? അത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ പൗരാണികരായ മുസ്ലിംകൾ ഏതെങ്കിലും കേരളത്തിന്റെ ഒരു കവലയിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയിൽ ഏതു ഭാഷയിൽ ഖുത്ബയോധനമെന്ന ചർച്ചയ്ക്ക് മുമ്പിൽ അവർ ബുഖാരി തുറക്കാറല്ല പതിവ്, അവർ ഖുർആൻ പരതുകയല്ല പതിവ്. മറിച്ച് ജീവിക്കുന്ന ഖുർആനായി, ചലിക്കുന്ന ഹദീസായി താഴക്കപ്പലിലേറി കേരളത്തിലെത്തിയ മാലിക് ദീനാർ പള്ളിയുണ്ടാക്കി. അവർ ഖുത്ബയോതി, അവർ നിസ്കരിച്ചു. അവരേത് ഭാഷയിലാണ് ഖുത്ബയോതിയത്? മാലിക് ദീനാർ തങ്ങളുടെ പള്ളിയിൽ അറബി ഭാഷയിലാണ് ഖുത്ബ. അതുകൊണ്ട് ഇവിടെയും അറബി ഭാഷയിൽ തന്നെയായിരിക്കണം ഖുത്ബ എന്ന് കേരളീയ മുസ്ലിംകൾ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിന് വിരുദ്ധമായി കേരളത്തിൽ ആദ്യമായി എവിടെയാണ് ഒരു ഖുത്ബ അറബി ഭാഷയിലല്ലാതെ നിർവഹിക്കപ്പെട്ടത്? നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന വിശ്വാസം, നമ്മൾ ചെയ്യുന്ന കർമ്മം സഹാബികൾക്ക് പരിചയം വേണമെന്നല്ലേ പറഞ്ഞത്? ചോദിക്കട്ടെ, അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബ ഏത് സഹാബിക്കാണ് പരിചയമുള്ളത്? മറ്റാർക്കുമല്ല. ആ പരേതനായ ഹാജി അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന ഒരു മുജാഹിദ് പ്രമുഖനെ കുറിച്ചുള്ള സ്മരണയിൽ അത് എഴുതുകയാണ്. പുതിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മട്ടാഞ്ചേരിയിൽ അബ്ദുള്ള സേട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയിലാണ് ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചത് എന്ന് വസ്തുതാപരമായി സുവ്യക്തമായി ഈ സ്മരണയിൽ രേഖപ്പെട്ട് കിടക്കുമ്പോൾ ചോദിക്കട്ടെ, അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബയ്ക്ക് ഏത് സഹാബിയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട്? ഒരു തന്റെ ഇടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ഇനി കവലയിൽ ഇത്തരം ഒരു ഒറ്റപ്പാടിന് നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ പറയേണ്ട മറുപടി സഹാബികൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പരിചയമുണ്ടാകണമെങ്കിൽ മാലിക് ദീനാർ സഹാബിയാണ്. അവരുടെ പള്ളിയുണ്ടാക്കി. ആ 10ഓളം വരുന്ന പള്ളികളിൽ എവിടെയാണ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്? ഇല്ല എന്ന് മാത്രമല്ല, KM മൗലവി എന്ന് പറയുന്ന വഹാബിയൻ ചിന്താധാരയുടെ അപ്പോസ്തലൻ പൗരാണിക കാലത്ത് എഴുതി വെച്ച പുസ്തകമാണിത്. ജുമുഅ ഖുത്ബ എന്ന ഈ പുസ്തകത്തിൽ ഖുത്ബ പരിഭാഷയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് വാദങ്ങൾ എഴുതിയ ശേഷം അദ്ദേഹം പറയുന്നു, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖുത്ബ തിരിയണമെന്ന് തന്നെയാണ് നമ്മുടെ വാദമെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? സഹാബികൾ, താബിയുകൾ എന്നീ സദൃശരായ മുൻഗാമികൾ അനറബി നാടുകളിൽ അഥവാ അറബികൾ ജീവിക്കുന്ന നാടല്ലാത്ത രാജ്യത്ത് അനറബി നാടുകളിൽ മുൻഗാമികൾ മതപരമായ പ്രസംഗം, അതാണ് ഖുത്ബ. മതപരമായ പ്രസംഗമാണ് ഖുത്ബ. മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞ് വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ആര് കണ്ടിട്ടില്ല? വഹാബി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ KM മൗലവി പറയുന്നു, സഹാബികളോ താബികളോ തുടങ്ങി പൂർവിക മുസ്ലിംകളാരും കേരളത്തിലൊന്നു മാത്രമല്ല അമേരിക്കയിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അറബി സംസാരിക്കാത്ത മറ്റേത് രാഷ്ട്രത്തിലാണെങ്കിലും
ഒരിക്കലെങ്കിലും അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കപ്പെട്ട ഒരു ഖുതുബ ഒരു ഗ്രന്ഥത്തിലും നമ്മൾ കണ്ടിട്ടില്ല എന്ന് പച്ചയായി KM മൗലവി രേഖപ്പെടുത്തുമ്പോൾ, ഓ വഹാബികളെ, ചങ്ങരംകുളമാണെങ്കിലും അതുപോലെ വയനാടാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ളത് ഈ ഒരു ഖുതുബയ്ക്ക് ഏത് സഹാബിയുടെ പിൻബലം നിങ്ങൾക്കുണ്ട്? ഞങ്ങൾ പറയുന്നു, മാസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, സഹാബികളുടെ പിൻബലമുണ്ട്. എന്താണ് പിൻബലം? ആ 10ഓളം വരുന്ന വള്ളികളിൽ നിരാക്ഷേപം അത് നടന്നുകൊണ്ടിരിക്കുന്നു. സഹാബികളുടെ പാരമ്പര്യമാണ്. ഖുതുബ ബാങ്കിലും 2ാം ബാങ്കിലും 1ാം ബാങ്കിലും ഞങ്ങൾക്ക് പിൻബലമുണ്ട്. ആ 10ഓളം വരുന്ന പള്ളികളിൽ സഹാബികൾ ഉണ്ടാക്കിയ പള്ളിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ 10ഓളം വരുന്ന പള്ളികളിൽ ഈ 2 ഭാഗം നിരാക്ഷേപം നടന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന മാസ്റ്റർ വിളിയും ഞങ്ങൾ കൊടുക്കുന്ന ബാങ്കുകളും ഞങ്ങളോടുന്ന ഖുതുബയും ഞങ്ങൾക്ക് സഹാബികളെ പരിചയപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് ഏത് സഹാബിയാണ് പരിചയപ്പെടുത്താനുള്ളത്? ആ പേരാണ് മുസ്ലിം, ആ പേരാണ് മൗലവിമാരെ നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പരാജയപ്പെട്ടയിടത്ത് കോലം കെട്ടിക്കുന്ന ഏതെങ്കിലും പണ്ഡിത വേഷധാരികൾ വിജയിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. 2ാമത്തെ മുസ്ലിം മഹല്ലുകളെ ഛിന്ന ഭിന്നമാക്കാൻ കൊണ്ടുവന്ന ചർച്ചയായിരുന്നു സ്ത്രീ ജുമുഅ ജമാഅത്ത്. എന്തിനാണ് അറബി ഭാഷ മാറ്റിയത്? മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ. ആഗോളതലത്തിൽ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. ആ അറബിയെ മുസ്ലിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ മുസ്ലിങ്ങളെ അറബി ഭാഷയിലെങ്കിലും ഒന്നിപ്പിക്കാനുള്ള ശ്രമം ഇസ്ലാമിനകത്തുണ്ട് എങ്കിൽ അതുകൂടി ഇല്ലാതെയാക്കിയാൽ പാശ്ചാത്യരുടെ പദ്ധതി എളുപ്പമാക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറിന് സംസ്കാരമുണ്ട്. ബിൽ ക്ലിന്റനും ജോർജ് ബുഷും ഏത് രാജ്യത്ത് പോയാലും ഒരു കയ്യിൽ തന്റെ വളർത്തുപട്ടിയെയും മറുകയിൽ തന്റെ കുടുംബിനിയെയും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം യൂറോപ്പിലുണ്ട്. അതേ സംസ്കാരം മുസ്ലിം തറവാടുകളിൽ കൊണ്ടുവരിക. പള്ളിയിൽ പോകുമ്പോഴും പറമ്പിൽ പോകുമ്പോഴും അതുപോലെ അങ്ങാടികളിൽ പോകുമ്പോഴും അനാവശ്യമായി മുസ്ലിം പെണ്ണുങ്ങളെ തെരുവ് തല്ലിക്കാനുള്ള ശ്രമം പടിഞ്ഞാറിന്റെ അച്ചാരം വാങ്ങി വഹാബി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ഏത് പാരമ്പര്യമാണ് നിങ്ങൾക്കതിനുള്ളത്? ആ കേരളത്തിൽ ഉണ്ടാക്കിയ 10ഓളം വരുന്ന പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ മഹാന്മാരായ മാലിക് ദീനാർ ഉണ്ടാക്കിയ 10ഓളം വരുന്ന പള്ളികളിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സഹാബിയുടെ സാന്നിധ്യത്തിൽ തൊട്ടടുത്ത തലമുറയുടെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് പള്ളിയിൽ പോയത് പറയാൻ ഒരു സഹാബിക്ക് അത് പരിചയമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇത് ചോദിക്കുമ്പോൾ ബുഖാരിയിലെ ഡസക്കണക്കിന് ഹദീസ് പറയേണ്ടതില്ല. ഞങ്ങൾ തീർത്തു വിശ്വസിക്കുന്നു, ആ ഹദീസ് കാണുകയും കണ്ട് പഠിക്കുകയും ചെയ്ത പ്രവാചകന്റെ പാഠശാല കണ്ട പുണ്യപുരുഷനാണ് മാലിക് ദീനാർ. ആ മാലിക് ദീനാർ അത് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച മാലിക് ദീനാർ തങ്ങൾ തന്നെയാണ് തന്റെ പള്ളിയിലേക്ക് ഒരു പെണ്ണ് ജുമുഅ ജമാഅത്തിന് വരരുത് എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പൗരാണിക മുസ്ലിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയിൽ ജുമുഅക്കാർ വരണമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവർ കണ്ടെത്തിയ മറുപടി എന്താണ്? ബുഖാരി തരയുകയല്ല, ഖുർആൻ തരയുകയല്ല. അവർ കണ്ടെത്തിയത് ചലിക്കുന്ന ഖുർആനായി സഞ്ചരിക്കുന്ന ഹദീസായി റസൂലുള്ള പഠിപ്പിച്ച മാലിക് ദീനാർ. ആ മാലിക് ദീനാർ തങ്ങളുടെ പള്ളിയിൽ ആര് ജുമുഅക്ക് വന്നു? അവർ തന്നെയാണ് നമ്മുടെ പള്ളിയിലും ജുമുഅക്ക് വരേണ്ടത്. കേരളത്തിൽ നിരാക്ഷേപം ആ ഒരു സാഹചര്യം നിലനിന്നു. അങ്ങനെ ആദ്യമായി ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഓണങ്കാറാമൂലയായ എടവണ്ണയുടെ ചാലിയാർ ജീവിതത്തിനും അപ്പുറത്ത് വദായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പെണ്ണ് ആദ്യമായി ജുമുഅക്ക് പോകുന്നത്. ഇസ്മും മുസമ്മയും മൊത്ത നാടാണത്. ഓതായി എന്ന് പറഞ്ഞ ഓതാഞ്ഞാൽ തന്നെയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുക. ഓതാത്ത കുഴപ്പം തന്നെയാണ് ഇതൊക്കെ. മര്യാദയ്ക്ക് ഓതിക്കണമെങ്കിൽ വഹാബികൾ നൽകണ 10 കാശും കെട്ടി തലപ്പാവ് കെട്ടി കോലം കെട്ടി കവലയിൽ വരേണ്ട ഗതികേടുണ്ടാകുമായിരുന്നില്ല. പക്ഷേ വദായി എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യമായി ഒരു പെണ്ണ് പള്ളിയിൽ പോകുമ്പോൾ കേരളീയ മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, കൂടുതൽ ഹദീസുകളും ആയത്തുകളും ഓതി കോഴിയായി കയറിയതുപോലെ കൺഫ്യൂഷനാക്കി നിങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു പോകുന്നതിന് പകരം രാജ്യത്തെല്ലാവരും ആയത്തോതുന്നുണ്ട്, ഹദീസ് ഓതുന്നുണ്ട്, ഖുർആൻ ഉദ്ധരണികൾ വായിക്കുന്നുണ്ട്. ഫാദർ അലവി തൊട്ട് ശേഖന്നൂർ മുതൽക്ക് സിദ്ദീഖ് ഹസൻ മുതൽക്ക് AP അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെ ഹുസൈൻ മടവൂർ തുടങ്ങിയ എല്ലാവരും പറയുന്നത് ആദർശം ഖുർആനും ഹദീസും നോക്കി തന്നെയാണ്. ഇവിടെ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ ഈ വാക്ക് തന്നെ കടമെടുക്കുന്നു. നമ്മൾ ചെയ്യുന്നത് സഹാബികൾക്ക് പരിചയം വേണം. ഒരു പെണ്ണ് പള്ളിയിൽ പോയത് എവിടെ? 1000
1995 മാർച്ച് മാസത്തിൽ ഇറങ്ങിയ പുടവ മാസികയാണിത്. ഈ പുടവയിൽ വ്യക്തമായി പറയുന്നു, കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. അറിയണം വിശ്വാസികളെ, കേരളത്തിൽ സഹാബികളല്ലേ മതം കൊണ്ടുവന്നത്, പള്ളിയുണ്ടാക്കിയത് അവരല്ലേ, ആരാധന പഠിപ്പിച്ചത് അവരല്ലേ. എവിടെ ഒരു സഹാബിക്ക് ഈ ഒരു ചര്യ പരിചയമുള്ളത്? എവിടെയുണ്ട്? ഒതായിൽ ഏതെങ്കിലും ഒരു സഹാബി എത്തിയതറിയാമോ? വെള്ളാറമ്പാറ ഖദീജ കുട്ടിത്താത്ത ഉൾപ്പെടെയുള്ള 1-2 വനിതകളാണ് കേരളത്തിൽ ഈ പാരമ്പര്യമുണ്ടാക്കിയത്. ആദ്യമായി ഈ രാജ്യത്ത് ആദ്യമായി നമ്മുടെ പരിമിതമായ അറിവനുസരിച്ച് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു പിഞ്ചുബാലികയെ ബലാത്സംഗം ചെയ്യപ്പെട്ട കഥ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒതായി പള്ളിയുടെ അകത്തളത്തിൽ 9 വയസ്സുകാരിയായ പെൺകുട്ടിയെ ആലിമാസ്റ്റർ എന്ന് പറയുന്ന വഹാബി മുൻഷി ബലാത്സംഗം ചെയ്തത് ഒഴിച്ചു നിർത്തിയാൽ ലോകചരിത്രത്തിൽ അങ്ങനെയൊന്നില്ല. അത് വിതച്ചത് തന്നെ കൊയ്തതാണ്. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, എവിടെ സഹാബികൾക്ക് ഈ പാരമ്പര്യമുള്ളത്? പക്ഷേ നടക്കുന്നത് എന്താണ്? ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ഒരു സങ്കര സംസ്കാരത്തെ, പടിഞ്ഞാറിന്റെ സംസ്കൃതിയെ മാപ്പിളമാരിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ വഹാബി മൗലവിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ജുമുഅ ജമാഅത്തുകളിൽ ആണും പെണ്ണും കൂടിക്കലരണമെന്ന ഇവരുടെ വാദമുഖമെന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, വിഷയങ്ങൾ ചുരുക്കി പറയുകയാണ്. എന്നാൽ ഇനി നമ്മൾ അറിയേണ്ടത് പിന്നെങ്ങനെയാണ് ഇവർ മതം പറയുന്നതെന്നാണ്. ഇവരെങ്ങനെ മതം പറയുന്നു എന്നാണ്. ഞാൻ നേരത്തെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. നേരത്തെ ഇയാൾ പറഞ്ഞല്ലോ സഹാബികൾക്ക് പരിചയം വേണമെന്ന്. എന്നാൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു മൗലവി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന ഒരു ഭാഗം കൂടി നിങ്ങൾ കേൾക്കുക. ഇതാണ് വഹാബി വൈരുദ്ധ്യാധിഷ്ഠിതവാദം. പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നുവെന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെയില്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. എന്താണ് കേട്ടത്? ഉമർ റളിയല്ലാഹു തആല ചെയ്തത് ദീനിൽ തെളിവല്ല. നേരത്തെ പറഞ്ഞ മൗലവിയും ഇവിടെ പ്രസംഗിച്ച മൗലവിയും പറഞ്ഞത് എന്താണ്? സഹാബികൾക്ക് പരിചയമുള്ളതേ നമ്മൾ മതമായി സ്വീകരിക്കാവൂ. അതേ സ്പോട്ടിൽ അതേ മൗലവിമാർ പിന്നീട് പറയുന്നത് എന്താണ്? ഉമർ റളിയല്ലാഹു തആല ചെയ്തത് നമുക്ക് തെളിവല്ല. എന്താ ഇതിന്റെ അർത്ഥം? ഒന്നിരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു സഹാബി അല്ല എന്ന്, അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് സംശയിക്കേണ്ടതില്ല. കളവ് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്കൃതിയെ, പടിഞ്ഞാറൻ സംസ്കൃതിയെ മുസ്ലിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പടച്ചുണ്ടാക്കിയ വഹാബി പ്രസ്ഥാനം ആയത്തുകളും ഹദീസുകളും നേരാർത്ഥത്തിൽ രാജ്യത്ത് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന് അഡ്രസ് ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ വഹാബികൾ അതിന് സ്വീകരിച്ച മാർഗം എന്താണ്? കളവ് പറഞ്ഞുകൊണ്ട് ഹദീസുകളെയും ഖുർആനിനെയും വളച്ചൊടിക്കുക എന്നതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശ്വാസികളെ കള്ളന്മാരും കബളിപ്പിക്കലുകാരുമായ ഒരു ഗ്രൂപ്പ് ഈ സമുദായത്തിൽ രൂപമെടുക്കാനുണ്ട്. ആ വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങളുടെ ആദർശത്തെ ആമാശയം മുന്നിൽ വെച്ച് കവർന്നെടുത്തു കൊണ്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാന്റെ റസൂൽ കാലങ്ങൾക്ക് മുമ്പ് താക്കീത് നൽകിയിട്ടുണ്ട്. ആ വിഭാഗം തന്നെയാണ് ഇന്ന് നാടുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളത്തരങ്ങളിലൂടെ മതം പ്രബോധനം ചെയ്യുക. ആ കളവ് അവർ നിർത്തിവെച്ചാൽ ഈ സമുദായം ഒന്നിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഒരു മൗലവി തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. കളവ് പറയുന്നത് നിർത്തിവെച്ചാൽ മുസ്ലിം സമുദായത്തിലെ പ്രശ്നം തീരുമെന്നാണ് മൗലവി പറയുന്നത്. തുടർന്ന് ആരാണ് കളവ് പറയുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം എന്നുകൂടി നമ്മൾ പരിശോധിക്കുക. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. അദ്ദേഹം പറഞ്ഞ എന്താ? കളവ് പറയുന്നത് നിർത്തിയാൽ തർക്കം തീരും. പിന്നെന്താണ് തർക്കം? എന്താണ്? ആരാ കളവ് പറയുന്നത്? കളവ് പറയുന്നത് നിർത്തിയാൽ സംഘടനകൾ തമ്മിലുള്ള തർക്കം തീരും. പിന്നെ ആരാണ് കളവ് പറയുന്നത് എന്നാണ് തീരുമാനിക്കേണ്ടത്. സംശയിക്കേണ്ട. ഇതാ ഒരു മൗലവി മടവൂർ മുജാഹിദിലെ ഒരു മദനി ഇതാ സംസാരിക്കുന്നത് കേൾക്കുക. ആരാണ് കളവ് പറയുന്നത്? അതേ എ.പി. കോടതിയിൽ കളവ് പറഞ്ഞതിന് 2000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ മാസങ്ങളിൽ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എവിടെ എത്തിവര്? ആരാണ് കളവ് പറയുന്നത്? ഒരു തെളിവ് കേൾക്കുക. രണ്ടാമത്തെ തെളിവ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഒന്നുകൂടി വിശദമായി പറയുന്നു. ISM എന്ന യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ മുഴുവനും
നുണയന്മാരും കള്ളന്മാരുമാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ചില ആളുകളെ കയറൂരി വിട്ടപ്പോൾ ആലോചിക്കാത്ത സംഗതിയാണ് ബൂമറാങ് പോലെ തിരിച്ചു വന്നത്. ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴ അടച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴ അടച്ചത് എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. സാക്ഷി 2000 കോടതിയിൽ കളവ് പറഞ്ഞതിന് 2000 രൂപ ഫൈൻ അടച്ച മൗലവി. നമ്മൾ എന്താണ് അറിയേണ്ടത്? ഇത് നമ്മൾ അറിയണം. നിഷ്പക്ഷമതികൾ ചിലപ്പോൾ കരുതും കേവലം അബദ്ധത്തിൽ ഒരു കളവ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ സംഘടനാ തർക്കത്തിന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, ഇസ്ലാം മാസികയുടെ ഒരു സമ്മേളന സപ്ലിമെന്റിൽ ഇത് വസ്തുനിഷ്ഠമായി അവർ പറയുന്നുണ്ട്. വളണ്ടിയർ കോർ എന്ന് പറയുന്ന മുജാഹിദ് ഗ്രൂപ്പിനെ പ്രത്യേകമായി സെലക്ട് ചെയ്തെടുത്ത് ഇരുളിന്റെ മറവിൽ വഹാബി ചെറുപ്പക്കാരായ മൗലവിമാരെ വിളിച്ചുകൊണ്ടുവന്ന് പ്രത്യേകമായി കളവ് പറയാനുള്ള മോട്ടിവേഷൻ കൊടുത്ത്, നിർദ്ദേശം കൊടുത്ത്, പ്രചോദനം കൊടുത്ത് കളവ് പറയൽ മത്സരം നടത്തുകയും മേപ്പയൂരിലെ സലഫി കോളേജിൽ വെച്ച് കളവ് പറയൽ മത്സരം നടത്തുകയും നന്നായി കളവ് പറയുന്ന മൗലവിമാർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് വഹാബി പ്രസ്ഥാനത്തിലുള്ളത്. എന്തിനു വേണ്ടി? ഖുർആനും ഹദീസും നേരായ അർത്ഥത്തിൽ സംസാരിച്ചാൽ വഹാബി പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വഹാബി മൗലവിമാർ 1000 കുതിരശക്തിയോടെ ആയിരക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഓതിയാൽ തേകന്നൂരും ഫാദർ അലവിയും ആയത്തോന്നുന്നത് കേട്ട കേരളീയ മുസ്ലിങ്ങൾക്ക് അതൊന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് എങ്ങനെ ആയത്ത് കൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു എന്നാണ്. ചെറുപ്പത്തിലെ കളവ് പറയാൻ പ്രചോദനം കൊടുക്കുക. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിൽ നബിദിന പരിപാടി നടക്കുമ്പോൾ ആ നബിദിന പരിപാടിയുടെ സ്റ്റേജിൽ വെച്ച് മുത്തുനബിയുടെ ജീവചരിത്രങ്ങൾ പറയുമ്പോൾ ആ പരിപാടിയിൽ പ്രസംഗിച്ച എന്റെ കൊച്ചുപ്രായത്തിൽ എനിക്ക് എന്റെ നാട്ടുകാർ വാങ്ങിത്തന്ന സോപ്പും കെട്ടിയുടെയും അതുപോലെയുള്ള പുസ്തകക്കെട്ടുകളുടെയും സമ്മാനപ്രതി ഞാൻ വാങ്ങുമ്പോ അന്ന് എന്റെ കവലയിലെ വഹാബികൾ ഞങ്ങളോട് ചോദിച്ചത് നബിദിനത്തിന് എവിടെയാണ് തെളിവുള്ളത് എന്നാണ്. അവിടെ പ്രസംഗിക്കാനും അതിൽ സമ്മാനം കൊടുക്കാനും ആ സമ്മാനം വാങ്ങാനും എവിടെയാണ് മതത്തിൽ തെളിവുള്ളത് എന്നാണ്. പക്ഷേ വഹാബികൾ പിന്നീട് തെളിവ് കണ്ടുപിടിച്ചത് എന്തിനാണ്? കളവ് പറയൽ മത്സരം നടത്താനും നന്നായി കളവ് പറയുന്ന ടീമിന് പ്രോത്സാഹന സമ്മാനം നൽകി പ്രചോദനം നൽകാനുമാണ്. അത്തരത്തിൽ ഒരു കളവ് പറയൽ മത്സരത്തിൽ സമ്മാനം നേടിയ ഒരു വീരപുരുഷനെയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അബ്ദുറഹ്മാൻ, എടത്തനാട്ടുകരക്ക് അടുത്ത് മുറിയക്കണ്ണി എന്ന് പറയുന്നത്. ഇപ്പോ തെക്കൻകുറ്റൂര് സലഫി മുസ്ലിമാണ്. താങ്കൾ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തെക്കൻകുറ്റൂരിലെ മുജാഹിദ് പള്ളിയിൽ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് ഖുതുബ ഓതി കൊടുക്കുന്ന ഖുതുബാ പ്രസംഗം നടത്തുന്ന മൗലവിയാണ്. അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മേപ്പയൂരിലെ സഫി കോളേജിൽ വെച്ച് നന്നായി കളവ് പറഞ്ഞതിന്റെ കിട്ടിയ സമ്മാനമാണ് ആ സോപ്പും കെട്ടി എന്ന് നീ മനസ്സിലാക്കണം. റെക്സോണ സോപ്പാണ് അദ്ദേഹം സമ്മാനമായി കിട്ടിയത്. ഒരങ്ങാടിയിൽ ഇത് പ്രസംഗിച്ചപ്പോ അവിടുത്തെ പ്രവർത്തകന്മാർ ഫോൺ വിളിച്ചു പറഞ്ഞു പലചരക്ക് കടക്കാരൊക്കെ പ്രതിഷേധത്തിലാണ്. കാരണം റെക്സോണ സോപ്പ് ചെലവാകുന്നില്ലെന്നാണ്. കാരണം ഇത്രമാത്രമേ മൂല്യം റെക്സോണ സോപ്പിനുള്ളൂ എന്ന് നാട്ടുകാർ അറിഞ്ഞു എന്നാണ് അത്രേ അവിടെയുള്ള പരാതി. നിങ്ങൾ മനസ്സിലാക്കണം, കളവ് പറഞ്ഞ് പ്രത്യേകമായി ചെയ്തെടുത്ത കളവ് പറയൽ തമ്പുരാക്കൾക്ക് കവലകളിൽ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് ഖുർആനും ഹദീസും കള്ളത്തരങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചു പുലർത്തുക. അത്തരത്തിൽ ഇനി വഹാബികൾ പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിതമായ കളവുകളുടെ ചില സാമ്പിളുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുകയാണ്. അതെന്താണ്? ഒരു മൗലവി പറയുന്നു തൊപ്പി ധരിക്കൽ സുന്നത്തില്ലെന്ന്. അതേസമയത്ത് കെ എം മൗലവിയുടെ സ്മരണികയിൽ കെ എം മൗലവി എന്ന് പറയുന്ന വഹാബി മൗലവി മരണപ്പെടുമ്പോൾ അയാളെ കുറിച്ച് എഴുതിയ സ്മരണികയിൽ വ്യക്തമായി ഉമർ മൗലവി പറയുന്നുണ്ട് കെ എം മൗലവിയുടെ വേഷം റസൂൽ നബി വചനങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഒരു തൊപ്പിയും അതിനു മുകളിൽ ഒരു തലപ്പാവും വെള്ളക്കോട്ടും പിന്നെ ഒരു തോളിലൊരു മുണ്ടും നെരിയാണി
അണിക്കുമീതെ ഉയർന്നു നിൽക്കുന്ന തുണിയും ഇതൊക്കെയായിരുന്നു KM മൗലവിയുടെ വേഷം. അയാളെ വേഷം എന്ത് എന്നത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ അത് പറഞ്ഞെടുത്ത് ഉമർ മൗലവി പറയുന്നത് എന്താണ്? നബി വചനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പോലെയായിരുന്നു എന്നാണ്. അപ്പോൾ തൊപ്പി വെക്കലും തലപ്പാവ് ധരിക്കലുമൊക്കെ വെള്ളവസ്ത്രം ധരിക്കലൊക്കെ നബി വചനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതാണെന്നാണ് വഹാബി മൗലവിമാർ മുൻപ് എഴുതി വെച്ചത്. അതേ സമയത്ത് പരിഷ്കരിച്ചു. മുസ്ലിമിനെയും അമുസ്ലിമിനെയും ഒരു സെക്കുലർ രാജ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ലോക മുസ്ലിങ്ങൾ 10 ആൾ കൂടുന്നിടത്തൊക്കെ തൊപ്പിയും താടിയുമുള്ള മുസ്ലിങ്ങളെ കാണുമ്പോൾ അതില്ലാതെയാക്കണമെന്ന് ചിന്തിച്ച വഹാബികൾ ഇസ്ലാമിന്റെ പേരിൽ കളവ് പറയുന്ന ഒരു വാചകം നിങ്ങൾ കേൾക്കുക എന്നതാണ് ആ പ്രശ്നത്തിലുള്ളത്. പിന്നെയുള്ളൊരു പ്രശ്നം തൊപ്പി ധരിക്കലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തൊപ്പി ധരിക്കണോ തലമറക്കണോ എന്നൊക്കെയാണ്. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? നബി ധരിച്ചില്ല എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യ അങ്ങനെ ഇല്ല എന്നാണ് അയാൾ ലക്ഷ്യമാക്കുന്നത്. അതല്ലേ ഈ മൗലവി കണ്ടോ? KM മൗലവിയുടെ വേഷം എന്താണ്? തലപ്പാവ്, അതുപോലെ താടി, വെള്ളവസ്ത്രം, ആ തലീക്കെട്ടിന്റെ ഒക്കെ പുറമെ ഖലീൽ തങ്ങൾ ഇടുന്നത് പോലെ ഒരു പച്ചമുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് KM മൗലവി ജീവിച്ചു മരിച്ചു പോയത്. മൗലവിമാർ ചെറിയ ഗവേഷണം തുറന്നു വെച്ചപ്പോ വഹാബി പ്രസ്ഥാനം ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി എത്താൻ പോകുന്നത് എവിടെയാണ്? കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ LCD പ്രദർശിപ്പിക്കുമ്പോ നമ്മുടെ മൗലവി എഴുതിയ ഒരു സിദ്ധാന്തമുണ്ട്. ആണും പെണ്ണും പള്ളിയിൽ പോകണമെന്ന് ആദ്യമായി ഫത്വ കൊടുത്ത മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അയാൾ പറഞ്ഞ എന്താണ്? ആണും പെണ്ണും ഒന്നിച്ച് പള്ളിയിൽ പോകണം. പള്ളിയിലെന്ന് മാത്രമല്ല എവിടെയും പോകണം. എങ്ങനെ പോകണം? ഇത്ര മറക്കണമെന്നൊന്നും ഖുർആനിലോ ഹദീസിലോ ഇല്ല. ചുരുക്കത്തിൽ ആണായാലും പെണ്ണായാലും മുന്നും പിന്നും മറച്ചാൽ മാത്രം മതി എന്നാണ് കണ്ടുപിടുത്തം. ഇൻഷാ അല്ലാഹ് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ജമീല ടീച്ചറെയും ഹമീദ് മുസ്ലിയാരെയും താജുദ്ദീൻ സലാഹിയെയും ഒക്കെ ഇങ്ങനെ LCD-യിൽ ആ രൂപത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടി വരുമോ എന്നാണ് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? തൊപ്പി ധരിക്കൽ സുന്നത്തില്ല. ഈ വാദം കേരളത്തിലാണ് വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകതലങ്ങളിലെ 10 മുസ്ലിങ്ങൾ കൂടുന്നിടത്ത് തൊപ്പി വെക്കാത്ത മുസ്ലിം പണ്ഡിതനെ കാണില്ല, മുസ്ലിം സംസ്കാരത്തെ കാണില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വണ്ടി കയറുന്ന മൗലവിമാർ കേരളമല്ലാത്ത മറ്റൊരു രാജ്യത്ത് വണ്ടി ഇറങ്ങിയാൽ അവരൊക്കെയും തലയിൽ ഒരു തൊപ്പി പതിപ്പിക്കുകയാണ്. അത്തരത്തിൽ സക്കരിയ സലാഹി എന്ന് പറയുന്ന ഒരു മൗലവിയുടെ വിദേശത്തുള്ള പ്രച്ഛന്ന വേഷമാണ് ക്ലിപ്പിംഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ? ഒന്നാം തരം സുന്നിപ്പള്ളിയിലെ മൊല്ലാക്കാർ പോലും ഈ രൂപത്തിൽ തൊപ്പിയിടാറില്ല. പേരടി അടക്കം എല്ലാം മറച്ച് സുന്ദരമായി തൊപ്പിയിട്ട് നിൽക്കുന്നു. ഇത് വിദേശത്താണ്. കേരളം വിട്ടാൽ മുസ്ലിങ്ങളുടെ സംസ്കാരം ഇതാണെന്ന് മൗലവിമാർക്കറിയാം. തൊപ്പി ധരിക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ താജുദ്ദീൻ മൗലവി നേരത്തെ തൊപ്പിയില്ലാതെ സ്ത്രീയിൽ വന്നെങ്കിൽ വിദേശത്ത് പോയപ്പോൾ തൊപ്പിയിട്ട മൗലവിയെയാണ് നിങ്ങൾ കാണുന്നത്. വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസത്തിന്റെ വികല ചിന്തകളുടെ ആരൂപങ്ങളെയാണ് സഹോദരങ്ങളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾ 1-2 കളവ് കേൾക്കുക. അതെന്താണ്? ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരു ചർച്ചയാണ് മഹാന്മാരുടെ ഖബറിൽ സിയാറത്തിന് പോകാൻ പാടില്ല എന്നത്. മഹാന്മാരുടെ ഖബറിലേക്ക് സിയാറത്തിന് പോകാൻ പാടുണ്ടോ? അവരെ സന്ദർശിക്കാൻ പാടുണ്ടോ എന്ന ഒരു ചർച്ച നാട്ടിലുണ്ട്. മഹാന്മാരായ ആളുകൾ മുമ്പ് കാലങ്ങളിൽ മമ്പുറന്തങ്ങളും വെളിയങ്കോട് മർക്കാളിയും തുടങ്ങിയ സച്ചരിതരായ മുഴുവൻ കേരളീയ നേതാക്കളും പണ്ട് കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ അബൂ ഹനീഫ തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മഹാന്മാരും അമ്പിയാക്കളുടെ വിശിഷ്യ റസൂലുള്ളാഹിയുടെ ജാറം സിയാറത്ത് ചെയ്തവരാണെന്ന് ചരിത്രത്തിൽ കാണുന്നു. ഖത്താബിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ ജാറത്തിൽ പോയി ദോഷം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു അഹ്റാബിയായ മനുഷ്യനെ ഇബ്നു കസീർ എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ ശിഷ്യൻ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞു, യുർസിദു തആല, അല്ലാഹു തആല വിശ്വാസികൾക്ക് ഇവിടെ നൽകുന്ന മാർഗദർശനം എന്താണ്? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജാറത്തിൽ ചെന്ന് റെക്കമെൻഡ് പറയണമെന്നാണ് ഈ ആയത്തിലൂടെ സൂറത്തുൻ നിസായിലെ വലവന്നകും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ആ സംഭവം ഉദ്ധരിച്ച് അവരോട് റെക്കമെൻഡ് ആവശ്യപ്പെടണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഈ പാരമ്പര്യത്തെ കൊഞ്ഞനം കുത്താൻ വഹാബി മൗലവിമാർ സമർത്ഥമായി പറയുന്ന കളവ് നിങ്ങൾക്ക് കേൾക്കാം. എന്താ വിഷയം? റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു ഖബറിന്റെ മേലെ ഇരിക്കലും റസൂലുള്ളാഹി നിരോധിച്ചു. ഖബറിന്റെ മേലെ ഇരിക്കാൻ
ഇരിക്കാൻ പാടില്ല. മേലെ എന്ന് പറഞ്ഞാൽ ഖബറിന് മുകളിൽ ചവിട്ടാൻ പാടില്ല, ഖബറിന് മുകളിൽ ഇരിക്കാൻ പാടില്ല. മഹാന്മാരെ ഖബറാണെങ്കിലും അല്ലാത്ത ഖബറാണെങ്കിലും ഖബറിന് മുകളിൽ ഇരിക്കരുത്. അതാണ് വഅയ്യുഖദാലൈഹി. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? അയാൾ അതിന് വെക്കുന്ന അർത്ഥം എന്താണ്? വഅയ്യുഖദാലൈഹി, അവിടെ പോകലും റസൂലുള്ള വിരോധിച്ചു എന്നാണ്. വഅയ്യുഖദാലൈഹി, ഖബറിലേക്ക് പോകൽ റസൂലുള്ള വിരോധിച്ചു. അള്ളാഹുവിന്റെ റസൂലുള്ളയുടെ ഹദീസിൽ ആ ഒരു പദത്തിന് അങ്ങനെ ഒരു അർത്ഥം ലോകത്തൊരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. കളവ് മത്സരങ്ങളിൽ സമ്മാനം നേടുന്ന മൗലവിമാർ മഹാന്മാരെ സന്ദർശിക്കുന്നത് നിരോധിക്കാൻ വേണ്ടി പറയുന്ന ഹദീസിന്റെ അന്തസത്തയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന പറപ്പൂർക്കാരൻ മൗലവി ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുക. വഅയ്യുഖഅദ അലൈഹി, അവിടെ പോയിരിക്കുന്നത് റസൂലുള്ള വിരോധിച്ചു. വഅയ്യുഖഅദ അലൈഹി, അവിടെ പോയിരിക്കുന്നത് റസൂലുള്ള വിരോധിച്ചു. വഅയ്യുഖഅദ അലൈഹി, അവിടെ പോയിരിക്കുന്നത് റസൂലുള്ള വിരോധിച്ചു. എന്താണ് കാട്ടിയത്? മക്ബറയിൽ പോയി ഇരിക്കൽ എന്നല്ല അതിന്റെ അർത്ഥം. മക്ബറയുടെ മുകളിൽ, ഖബറിന് മുകളിൽ ചവിട്ടലും ഇരിക്കലും ഒക്കെ റസൂലുള്ള നിരോധിച്ചതിന്റെ ഭാഗമായി ഖബറിന്റെ മേലെ ഇരിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണിയെ അവിടെ പോയി ഇരിക്കലെന്ന് അർത്ഥം തലങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്. അതിനവർ കളവ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്, കളവ് പറയാൻ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇനി ധാരാളം കളവുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ ഇത് പറഞ്ഞപ്പോ വഹാബികൾ അതിലേക്ക് പുറംതിരിഞ്ഞു നിന്നിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ നന്നായി ഗീബൽസൻ ചിന്താഗതി തലയിൽ കയറിയ ഒരു മൗലവിയാണ് എടവണ്ണക്കാരൻ അബ്ദുസ്സലാം സുല്ലമി. പണ്ടയാൾ ഒരുപാട് വാദം ഇതുപോലെ പറഞ്ഞു. വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലെ വാചകങ്ങളെ അയാൾ അടുത്തു മാറ്റി. അത്തരത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചൊരു ഉദ്ധരണി എന്താണത്? ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പതുക്കെ ദിക്റു ചൊല്ലണമെന്നാണ് അതിന്റെ അർത്ഥം. ദിക്റു ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭാഗത്താണ് ഈ വാചകം തന്നെ അദ്ദേഹം പറയുന്നത്. ദിക്ർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പതുക്കെ ദിക്റു ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്താണ് കൊണ്ടുപോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം പോലെയല്ല ഒരു ജനാദ കൊണ്ടുപോകേണ്ടത്. ആ കൊണ്ടുപോകുന്ന വിശ്വാസിയുടെ ഹൃദയങ്ങളിലേക്ക് മരണചിന്തയും ഇലാഹി ബോധവും നാളെ താനും ഈ ഒരു രംഗത്തിന് സാക്ഷിയാകുമെന്ന ഒരു വലിയ ധാർമ്മിക ബോധവും നൽകുന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഭക്തിസാന്ദ്രമായ ദിക്ർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ സലാം സുല്ലമി എന്ത് ചെയ്തു എന്നറിയങ്ങള്? ഈ വാചകത്തെ വളച്ചൊടിച്ചുകൊണ്ട് അയാൾ എഴുതി വെച്ചു, യുദ്കറു ബിലിസാനിഹി സിർറൻ, നാവ് കൊണ്ട് പതുക്കെ ഓർക്കണം, നാവ് കൊണ്ട് പതുക്കെ ഓർക്കണം. അന്ന് കേരളത്തോട് സുന്നി പണ്ഡിതന്മാർ ചോദിച്ചു, എങ്ങനെയാ കൂട്ടരെ നാവ് കൊണ്ട് ഓർക്കൽ? എങ്ങനെയാ നാവ് കൊണ്ട് ഓർക്കൽ? എങ്ങനെയാണ് മുട്ടുംകാല് കൊണ്ട് ചിന്തിക്കാൻ കഴിയുമോ? അതുപോലെ തല കൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റുമോ? നാവ് കൊണ്ട് എങ്ങനെയാ ചിന്തിക്കല്? ഇത് തലയിൽ പൂങ്കാവനം കുഞ്ഞാപ്പുവിനെ പോലെ കിടിനി തലയിൽ വർക്ക് ചെയ്താലല്ലേ അതിന് സാധിക്കൂ എന്ന് കേരളത്തിൽ ചോദിക്കപ്പെട്ടപ്പോ മറുപടി പറയാൻ മൗലവിമാര് തയ്യാറായില്ല. പക്ഷേ ഇപ്പൊ സന്തോഷമുണ്ട്. വഹാബികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതൊക്കെ സുതാര്യമായി സമൂഹത്തിൽ എത്തിക്കുക എന്നതാണ്. സലാം സുല്ലമി അന്ന് കാണിച്ച തട്ടിപ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉൾക്കൊണ്ടില്ല. എന്നാൽ ഇപ്പോൾ മൗലവിമാരിൽപ്പെട്ട ചങ്ങരംകുളം മുജാഹിദിൽപ്പെട്ട ഒതായിക്കാരനായ ഒരു മുജാഹിദ് മൗലവി പറയുന്നത് എന്താണ്? സലാം സുല്ലമിന്റെ ഏർപ്പാട് തന്നെയാണ്. ഏത്? ഒരു ഉദ്ധരണി ഇരിക്കുക, അതിന്റെ തലഭാഗം ഒഴിവാക്കുക, ബാക്ക് ഭാഗം ഒഴിവാക്കുക, നടുടുക്കുക. എന്നിട്ട് എന്ത് ആശയാണോ സലാം സുല്ലമിയുടെ തലയിൽ രൂപം കൊണ്ടത് ആ ആശയം സ്ഥാപിക്കാൻ വേണ്ടി വിവിധങ്ങളായ ഉദ്ധരണികളെ കൂട്ടിക്കൊളത്തി അയാൾ വാചകങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് സലാം സുല്ലമിയുടെ പതിവ് ശൈലി എന്ന് വഹാബി മൗലവി തന്നെ കൂടെ കിടന്നവന്റെ അപ്പനെ അറിഞ്ഞു വിളിച്ചു പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് കേൾക്കും. മൂപ്പര് സന്ദർഭത്തിൽ ഇങ്ങനെ നടത്തിയത് ഒരിക്കലും ഒരു പണ്ഡിതൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സലഫി പണ്ഡിതൻ ചെയ്യാൻ പാടില്ല. ഈ മനുഷ്യനെ വിശ്വസിച്ചിട്ട് ഒരാള് സുന്നിയായ സംഭവം ഉണ്ടാ നാദാപുരത്താന്ന് ഞാൻ കേട്ടെ. എന്താ സുന്നിയോടായിട്ടുള്ള മുഖാമുഖം നടത്തി. അതിൽ അബ്ദുസ്സലാം സുല്ലമിന്റെ ബുക്കെടുത്ത് ഈ മനുഷ്യൻ ഉദ്ധരിച്ചു. അങ്ങനെല്ലാന്ന് സുന്നി മുസ്ലിയാരും പറഞ്ഞു. അവസാനം തർക്കമായി. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ സുന്നിയാന്ന് പറഞ്ഞു, ഉണ്ടെങ്കിൽ ഞാൻ മുജാഹിദാന്ന് സുന്നി മുസ്ലിയാരും പറഞ്ഞു. നോക്കുമ്പോ അങ്ങനല്ല. കാരണം മൂപ്പര്
ഒരു വാചകം എടുത്തു, പിന്നെ കുറേ ഒഴിവാക്കിയിട്ട് അതിന് പുള്ളിയൊന്നും ഇടാതെ പിന്നെ അതിനോട് ചേർത്തി അങ്ങോട്ട് വെച്ച് മൂപ്പരെ താല്പര്യത്തിനൊക്കെ ഓരോന്ന് മൂപ്പര് ഇങ്ങനെ ചെയ്യും. എന്താ പറഞ്ഞത്? ഇതാണ് വഹാബി മൗലവിമാർ ഓതുന്ന ഹദീസിന്റെ കഥ. ഹമീദ് മൗലിയാർ എന്തെങ്കിലും ഓതി എന്ന് കേട്ട് നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല. ഇതാണ് വഹാബികൾ ഓതുന്ന ആയത്തിന്റെ ഹദീസിന്റെ കഥ. ഇത് പറയുന്നത് ആരാ? ഞങ്ങളല്ല, മറിച്ച് ആരാ പറയുന്നത്? കൂടെ കിടന്ന സലാം സുല്ലമിയുടെ ആരുമ ശിഷ്യന്മാരാണ് ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൗരവമുള്ള കാര്യമല്ലേ ഇത്? വിശുദ്ധമായ ഹദീസിന്റെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുടെയും ഉദ്ധരണികൾ തന്റെ താല്പര്യത്തിനനുസരിച്ച് വാലും തലയും മുറിച്ച് നടുവൊപ്പിച്ച് വളച്ചൊടിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ജനങ്ങളെ വസ്വാസിലാക്കുക. ഇതാണ് വൈരുദ്ധ്യാധിഷ്ഠിതമായ വഹാബി മതം. സഹോദരന്മാരെ, ഇത് കിതാബിന് മാത്രമല്ല വഹാബി മൗലവിമാർ ഇത്തരം പരിപാടികൾ മലയാള പുസ്തകങ്ങളിൽ പോലും കാണിക്കാറുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതെന്താണ്? എടമുട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും തമ്മിൽ ഒന്നിച്ചൊരു സ്റ്റേജിലിരുന്ന് ചർച്ചയ്ക്കിരുന്നു. അങ്ങനെയാണല്ലോ, ഒന്നിച്ചിരുന്നാലാണല്ലോ ഇത് തൊണ്ടി സഹിതം പിടികൂടാൻ കഴിയാം. ഒന്നിച്ചിരിക്കാതെ വേറെ വേറെ ആയാൽ അത് പലപ്പോഴും വേണ്ടതുപോലെ 50 രൂപയുടെ പെർമിറ്റ് എടുത്താൽ ആർക്കും എന്തു പറയാം. എന്നാൽ ഇടമുട്ടത്ത് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഒരു മലയാള പുസ്തകം വളച്ചൊടിച്ച് മുസ്ലിങ്ങൾ മക്ബറയിൽ പോകുന്നത് ശിർക്കാണെന്ന് വരുത്തി തീർക്കാനും ഞങ്ങളൊക്കെ സുന്നികളൊക്കെ മുസ്ലിങ്ങളൊക്കെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആരാധിക്കുന്നവരാണെന്നും വരുത്തി തീർക്കാൻ സക്കരിയ സുലായി എന്ന് പറയുന്ന പച്ചയായ മൗലവി തന്റെ കയ്യിലുള്ള പച്ച മലയാളത്തിലെ പുസ്തകം വളച്ചൊടിക്കുന്ന ദയനീയമായ രംഗം. നിഷ്പക്ഷ ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങളൊന്ന് കേൾക്കുക. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ, ഖബറിന് മാത്രമല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫി എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലെങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ മൗലിക്കും അറിയില്ല, ഉസ്താദ് നിങ്ങളെ ഉസ്താദ് പഠിപ്പിച്ചടാ. ഏത് ബിരുദം? ഈ ബിരുദം കൊടുത്ത് ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ. ഇയാളെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്. ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണ് ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തെ എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞ കയ്യിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാകുമോ? നടുവത്ത് വായിച്ചു പുസ്തകം വായിക്കാം. ഞാൻ ഇതൊക്കെ ഗൗരവപൂർവ്വം നിങ്ങൾ ചിന്തിക്കണം. കുറെ ആയത്തും ഹദീസും കിതാബിന്റെ ഉദ്ധരണികളും വഹാബി മൗലവിമാര് പറയുന്നുണ്ട്. നിഷേധിക്കാൻ എളുപ്പമാണ്, അതെല്ലാരെ കൊണ്ടും കഴിയും. പക്ഷേ വസ്തുനിഷ്ഠമായി കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വഹാബിസം ആദർശപരമായി വട്ടപൂജ്യമാണെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കാം. ആ പുസ്തകം അയാൾ പറഞ്ഞു നിങ്ങളൊന്ന് വായിച്ചോളി, ഞങ്ങൾക്കത് വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ വായിക്കും. എന്നാ തരൂ ആ പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ മൗലവി കൊടുക്കാൻ തയ്യാറല്ല. അവസാനം നിർബന്ധിതനായി പുസ്തകം കൊടുത്ത് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആ പുസ്തകം വായിച്ച് അവസാനം ആ കളവ് അതാ പിടികൂടപ്പെടാൻ പോവുകയാണ്. കളവ് പറയൽ മത്സരം നടത്തി കവലയിലെത്തുന്ന മൗലവിമാരെ ദയനീയമായി നിഷ്പക്ഷമായി സങ്കടത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ പിളർത്താൻ മുന്നോട്ട് വരരുത് എന്ന്. അവരെ നിങ്ങൾ കൊത്തിവലിക്കാനും കവലകളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ബലിയാടാക്കാനും ഇട്ടുകൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ പുസ്തകം വായിക്കുകയാണ്. വായിച്ചാൽ എന്താ ഉള്ളത്? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യണമെന്ന് അതിലില്ല. ഉള്ളതെന്താണ്? ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തത് ശിർക്കല്ലാന്ന. അതന്നെയാണ് ലോകത്തെല്ലാരും വാദം. അത് വെച്ചിട്ട് മൗലവി പറഞ്ഞു എന്ത്? ഏത് മനുഷ്യനും സുജൂദ് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ മുസ്ലിക്കാ ഇസ്ലാം ഒന്ന് പുറത്താക്കാനുള്ള താല്പര്യം. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്?
അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? ഖാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ ഖാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക, പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അത് ഇങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുസ്ലിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. മുർമോലി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റതും മലക്കിനാ. അത് നബി ആൾക്കാണ്, ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷനെ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട, സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ, കിടന്നാ സുജൂദാ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതെന്നറിയില്ല. എന്നിട്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ തന്നെ വിശ്വാസം നോക്കാണ്ട് പറഞ്ഞുവിടാൻ എഴുതിയ നിങ്ങളാണോ ഇവിടെ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ശിർക്കല്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് ഖുർആൻ അങ്ങനെ ഇല്ലേ? അതുപോലെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തത് ഖുർആനിൽ ഇല്ലേ? അതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ മതത്തിൽ സുജൂദ് കൊണ്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അപ്പുറന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീദി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ സഹോദരന്മാരെ, രണ്ട് ബുക്കിലുള്ളത്. ഇനി എന്താ നിങ്ങൾ കാണാൻ പോകുന്നത്? ഇപ്പോ മൗലവി ഒന്നും വായിച്ചു, പേരോട് ഉസ്താദ് ഒന്നും വായിച്ചു. ആര് വായിച്ചതാണ് സത്യം? പേരോട് ഉസ്താദ് വായിച്ചത് സത്യമാണോ, അതല്ല മൗലവി തന്നെ വായിച്ചതാണോ സത്യം? രണ്ടാലൊന്നും മൗലവി നിങ്ങൾ നാട്ടുകാരോടൊന്ന് പറയുമെന്ന് പേരോട് ഉസ്താദ് പറയാം. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കണം. ഞങ്ങൾ വായിച്ച മാതിരിയാണോ ഉള്ളത്, അല്ല നിങ്ങൾ വായിച്ച മാതിരിയാണോ ഉള്ളത്? ഞങ്ങളോടാണല്ലോ പേരോട് ഉസ്താദിനോട് വായിക്കാനാ നേരത്തെ പറഞ്ഞത്. പേരോട് ഉസ്താദ് വായിച്ചപ്പോ മൗലവി പറഞ്ഞതുപോലെ ഇല്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉള്ളത് വായിക്കൂ എന്ന് പേരോട് ഉസ്താദ് ആവശ്യപ്പെടുന്നു. മൗലവിമാരെ ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതുപോലെ എങ്ങനെ വലിച്ചാലും മൗലവിമാരെ കിട്ടൂല. അതങ്ങൾ ബാക്കി കാണാൻ പോകണം. വായിക്കണം. രണ്ട് ബുക്കിലുള്ളത് കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ. മുജാഹിദ് മധ്യസ്ഥൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു അത് വായിച്ചെടുക്കി മൗലവി. കണ്ടോ, തയ്യാറാകുന്നില്ല മൗലവിമാര്. എന്താ വായിച്ചാല് കള്ളത്തരം പുറത്തു വരും എന്നതല്ലേ? കണ്ടോ, മൗലവി വായിക്കണില്ല. കണ്ടോ, ആ പുസ്തകം ഒന്ന് വായിച്ചാൽ ഈ പ്രശ്നം തീരും. കണ്ടോ, ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരില്ല, തീർത്തി. മുജാഹിദ് മൗലവിമാരോട് പറയുന്നു അതൊന്ന് വായിച്ച് പ്രശ്നം തീർക്കാൻ മുജാഹിദ് മൗലവിമാരോട് അവരെ മധ്യസ്ഥം പറഞ്ഞിട്ട് അതുകൂടി മൗലവി സ്വീകരിക്കണില്ല. കണ്ടോ, അവസാനം വായിക്കാന്ന് പറഞ്ഞ് മൗലവി വായിക്കണ രൂപം നിങ്ങൾക്ക് കാണാം. മുജാഹിദ് മധ്യസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. മുജാഹിദ് മധ്യസ്ഥൻ ആണെങ്കിലും മൗലവിമാര് വെള്ളം കുടിക്കാം, ഞങ്ങൾ ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ ആൾക്കാരെ മോട്ടൊന്നും കൈയാതെ വെച്ച. കണ്ടോ, വായിക്കണില്ല. ഇതല്ലേ വഹാബിസം? എല്ലാവരും ഇരിക്കാമെന്ന് വായിക്കട്ടെ. മുജാഹിദ് മധ്യസ്ഥൻ ഈ വായിക്കണ കോലം കേട്ടോളൂ. കണ്ടോ, വായിക്കാൻ വരും സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളൂ. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. മൂപ്പർക്ക് വേണ്ടത് മൂപ്പര് വായിക്കും. സലാം സുല്ലമി കാട്ടുന്നത് പോലെ തലയും വാലും മുറിച്ച് നടു വായിച്ച് മൂപ്പരെ താല്പര്യത്തിന് ആശയൊപ്പിക്കുക, കാര്യങ്ങൾ വളച്ചൊടിക്കുക. നമ്മളിവിടെ ആവശ്യപ്പെട്ടോ തല മുതൽ ഒടുവരെ വായിക്കണം എന്ന് പറഞ്ഞോ? ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ല. ആ ഭാഗം ഒന്ന് വായിക്കാനാ മുജാഹിദ് മധ്യസ്ഥനും പറഞ്ഞത്, നമ്മളും അതാ പറഞ്ഞത്. പക്ഷേ
പറഞ്ഞാൽ അത് തൊണ്ടയിൽ കൊടുങ്ങുമെന്ന് മൗലവിമാർക്കറിയാം. ഈ കളവ് പറഞ്ഞ് സോപ്പ് വാങ്ങുന്ന സുഖം സമ്പാദന നടത്തുമുണ്ടാവും.